അല്ല പ്രബലൻ ചേട്ടാ, നിങ്ങൾ ഈ സിവിൽ സ്റ്റേഷനിൽ പോകാം എന്ന് പറഞ്ഞല്ലേ എന്നെയും കൂട്ടി വന്നത്. എന്നിട്ട് ഇതിപ്പോ ബേക്കറിയിലോട്ടാണല്ലോ വെച്ച് പിടിക്കുന്നത്. എടേ, പോകുന്നത് സിവിൽ സ്റ്റേഷനിലെ ഓഫീസിലേക്ക് തന്നെ എന്റെ തങ്കക്കുട്ട. അവിടെ പോകുന്നതിന് മുമ്പ് ഈ ബേക്കറി കൂടി ഒന്ന് കേറാമെന്ന് വെച്ചു. എന്താ, നിനക്ക് ബേക്കറി വിലക്ക് വല്ലതും? എനിക്കോ ബേക്കറി വിലക്കോ? ഏയ് ഇല്ലില്ല. പിന്നെ ഇവിടെ ആകുമ്പോ നല്ല ചായയും കിട്ടും. രാവിലെ ചായ കുടിക്കാതാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ഓ, നമ്മൾ ചായ കുടിക്കാതിരുന്നിട്ടാണല്ലോ വീണ്ടും വീണ്ടും ചായ കുടിക്കുന്നത്. ചേട്ടാ, അത് നമ്മൾ കുടിക്കുന്നത് ഒരു ഇതിനല്ലേ. ഇതെങ്കി ഇത് ചേട്ടോ, ഇവിടെ ഒരു ചായ. അല്ല തങ്കക്കുട്ട, നമ്മൾ ഇന്നാളെ അപേക്ഷ കൊടുക്കാൻ ആ ഓഫീസിൽ പോയില്ലേ? ആ ഓഫീസില് എത്ര സ്റ്റാഫ് ഉണ്ടാവും? അപേക്ഷ കൊടുക്കാൻ പോയ സർക്കാർ ഓഫീസിലെ സ്റ്റാഫും ഈ ബേക്കറിയും തമ്മിലെന്ത്? അതൊക്കെ ഉണ്ട്. നീ പറ, എത്ര പേര് കാണും? അത് നമ്മളന്ന് പ്രബലേട്ടന്റെ മോളുടെ കല്യാണത്തിന് അവിടെ കെട്ടിവെച്ച തുക തിരിച്ചു കിട്ടാനുള്ള അപേക്ഷ കൊടുക്കാൻ പോയപ്പോ കണ്ടതല്ലേ? ചേട്ടാ എണ്ണിയില്ലേ? എടേ, ഞാൻ എണ്ണി. എന്നാലും തങ്കക്കുട്ട ഒന്ന് പറ. അത് ഒരു 10-40 പേര് കാണും. 40, ഒരു 10 കൂടി ഇരിക്കട്ടെ, 50. എന്തേലും ആവശ്യത്തിന് ആ ഓഫീസിൽ വന്നവരൊക്കെ കാണുമല്ലേ? എന്തോന്നാ ചേട്ടാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറയാം, ഒരു സെക്കൻഡ്. ചേട്ടാ, ഒരു 50 ലഡു പാഴ്സല്. 50 ലഡുവോ? 50 ലഡു നമ്മൾ പോകുന്ന ഓഫീസിൽ കൊടുക്കാനാടേ. ഇത് നല്ല കൂത്ത്. കാര്യം സാധിക്കാൻ പോകുന്ന സർക്കാർ ഓഫീസിൽ കൊടുക്കാൻ ഇന്ന് ചേട്ടന്റെ ബർത്ത്ഡേ ആണോ? അല്ലടേ. പിന്നെ എടേ, എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര മാസമായി? അതിപ്പം 2-2.5 മാസമായി കാണും. ആണല്ലോ. അല്ല, അതും ഇതും തമ്മില് ഇത് അന്ന് കൊടുക്കേണ്ടതായിരുന്നോ? ചേട്ടൻ മറന്നതാണോ? എടേ അല്ല, ഇതിപ്പോ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചതാ. എന്താ, കൊച്ചിന് വിശേഷമല്ലതുണ്ടോ? വേണ്ടാതീനം പറയുന്നു. ഇതിലെന്ത് വേണ്ടാതീനം? കല്യാണ ശേഷം വിശേഷം ഉണ്ടാകുമ്പോഴും കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴും മധുരം നൽകാറുള്ളത് പതിവല്ലേ? അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എടോ, ഇത് അതിനല്ല. എന്റെ മോളുടെ വിവാഹം സർക്കാർ വക ഹാളിൽ വെച്ചായിരുന്നല്ലോ അന്ന് നടത്തിയത്. അതിന്റെ വാടകയ്ക്ക് പുറമെ ഒരു 15,000 രൂപ കൂടി ഡെപ്പോസിറ്റ് ചെയ്തത് താനും കൂടി ഉള്ളപ്പോഴല്ലേ? ആ തുക തിരിച്ചു കിട്ടാൻ അപേക്ഷ കൊടുക്കാൻ വന്നതും ഞാനും കൂടി ആയിരുന്നല്ലോ. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് ഓർക്കുന്നുണ്ട്. എന്നിട്ടും പ്രബലൻ ചേട്ടൻ ഈ ലഡുവിന്റെ കാര്യം പറഞ്ഞില്ല. ഡെപ്പോസിറ്റ് ചെയ്ത തുക ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞല്ലേ നമ്മൾ അങ്ങോട്ട് പോകുന്നത്? അതെ, അത് ഇന്ന് സാങ്ഷൻ ആകും. അല്ല, മോളിന്ന് വിളിച്ച് സാങ്ഷൻ ആക്കിച്ചു. ഓ, തനിക്കറിയാമല്ലോ, ആ അപേക്ഷ കൊടുത്തിട്ട് 75 ദിവസമായി. അതെ, ദിവസം 75 ആയാലും കാര്യം സാധിച്ചല്ലോ. അതിന് നമ്മുടെ പ്രശസ്ത നടൻ ഓൺലൈൻ പേയ്മെന്റിന് ശേഷം പറയുന്നത് പോലെ നന്ദിയുണ്ടേ എന്നങ്ങ് പറഞ്ഞാ പോരെ. ഇതുപോലെ പൈസ മുടക്കി ലഡു വിതരണം ചെയ്യേണ്ടതുണ്ടോ? ഇതല്ലേ ചേട്ടൻ കാണാമെന്ന ഓഫീസറുടെ ക്യാബിൻ? അതെ, താൻ വരുന്നോ? ഓ ഇല്ല, ചേട്ടനല്ലേ തുക അനുവദിച്ചത്. പോരാത്തതിന് എങ്ങുമില്ലാത്തൊരു ലഡു വിതരണോ? എനിക്ക് ഈ ഓഫീസിൽ ഇനിയും വരണം. ഇല്ലേ, വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. ലഡുവും പൊതിഞ്ഞ് തന്നേക്ക്. പിടിച്ചോ. മാഡം, മേ ഐ? വരൂ. ഇന്നലെ ഡയറക്ടർ വിളിച്ചിരുന്നു ഹെഡ് ഓഫീസിൽ നിന്ന്. പ്രബലൻ സാറല്ലേ? അതെ. സാറിന്റെ തുക സാങ്ഷൻ ആയല്ലോ. ചെക്ക് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതാ സാറിന്റെ ചെക്ക്. നോക്കിതല്ലേ? അതെ. പിന്നെ സാറിന് ഇന്ന് തന്നെ എൻകാഷ് ചെയ്യാം കേട്ടോ. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ ചെറിയ കാര്യത്തിന് വകുപ്പ് ഡയറക്ടറൊക്കെ വിളിക്കേണ്ടതുണ്ടായിരുന്നോ? നിങ്ങൾക്കിത് ചെറിയ കാര്യമായിരിക്കും, എനിക്കിത് വലിയ കാര്യമാണ്. പിന്നെ മാഡം പറഞ്ഞ ഈ ഡയറക്ടർ അതെന്റെ പെങ്ങളുടെ മകനാണ്. പേടിക്കണ്ട, നിങ്ങളെക്കുറിച്ച് അവനോട് മോശമായതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ 75 ദിവസമായിട്ടും അവകാശപ്പെട്ട തിരിച്ചു കിട്ടേണ്ടതായ ഈ തുക കിട്ടാതെ വന്നപ്പോ ഒന്ന് വിളിച്ചു പോയതാണ്. ഇതാ മാഡം, ഇത് വാങ്ങണം. ഇതെന്താണിത്? ബേക്കറി സാധനമാണെന്ന് തോന്നുന്നല്ലോ. അതെ, ഒരു 50 ലഡു. ഇതിപ്പോ ഒന്നുമില്ല, മാഡം ഇത് വാങ്ങണം. എന്നിട്ട് ഇവിടുത്തെ സ്റ്റാഫിന് മാഡം തന്നെ വിതരണം ചെയ്യണം. ഇതുപോലെ ഓരോ കാര്യം സാധിക്കാൻ അവിടെ പുറത്ത് നിൽക്കുന്ന പൊതുജനത്തിനും കൊടുക്കണം. അവരും അറിയട്ടെ. കാരണം എനിക്ക് അപേക്ഷ കൊടുത്ത് 2-3 ദിവസത്തിനകം കിട്ടേണ്ട ഈ തുക കിട്ടാൻ നീണ്ട 75 ദിവസം എന്നെ നടത്തിച്ചതിന് എനിക്കുള്ള ഒരു മധുര പ്രതികരണം. ഇല്ല, ഇവിടെ ഇതാരും വാങ്ങില്ല. ആര് പറഞ്ഞു? ഇവർ ഇതും ഇതിനപ്പുറവും വാങ്ങും മാഡം. പിന്നെ ഒരു കാര്യം കൂടി, മാഡം ഇത് കൊടുക്കുന്ന സമയത്ത് അവരോട് പറയണം, എല്ലാവരുടെയും പ്രതികരണം ഇതുപോലെ എപ്പോഴും മധുരമനോഹരമാകണമെന്നില്ല. ചിലപ്പോ കൈപ്പേറിയതാകും. വെറും കയ്പല്ല, കറിയുപ്പിലിട്ട കാഞ്ഞിരക്കുരു പോലത്തെ കട്ടക്കാര കയ്പ്. അതിനു വേണ്ടി കാത്തിരിക്കരുതെന്നും. പിന്നണിയിൽ സുഷമാനിൽ, ബിജു കല്ലുവാതുക്കൽ, വിനോദ് കല്ലറ, രചന എൻ സുരേഷ് തൃക്കുന്നപ്പുഴ.